മാഡം, എന്റെ അമ്മയ്ക്ക് മെനോപോസ് ആയ വയസ്സിലായിരിക്കുമോ എനിക്കും മെനോപോസ് ആകുന്നത്? ഇത് പാരമ്പര്യമാണോ? അത് പാരമ്പര്യം നമുക്ക് പറയാൻ പറ്റില്ല, പാരമ്പര്യം ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു 52, 54, 56 വയസ്സായ ഒരാൾ മെൻസസ് നിന്നില്ല, മെനോപോസ് ആയില്ലാതെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പേരൻസിന് എന്നാണ് മെനോപോസ് ആയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഫെമിലിയൽ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടൊരു കമ്പൗണ്ട് കാണുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 54, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷേ വേറെ ഡിപ്പെൻഡിങ് on ഇപ്പം മെനാർക്കി, ആദ്യത്തെ മെൻസസ് ഉണ്ടായതും മെനോപോസ് ആകുന്നതും തമ്മിൽ ഏർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്, അങ്ങനെ ഒരു റൂൾ ഉണ്ട്. പിന്നെ നമ്മുടെ യൂട്രസിനകത്ത് ഹോർമോൺ ചേഞ്ചസ് അല്ലാതെ തന്നെ എന്തെങ്കിലും പത്തോളി, ചെറിയ ചെറിയ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഇങ്ങനെ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കുറെ അബോർഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറെ മരുന്നുകൾ, ഇപ്പോൾ IVF ഒക്കെ ചെയ്ത് കുറെ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കേസിൽ, അല്ലെ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദിസ് ആണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പം ഐഡിയൽ മെനോപോസിന്റെ ഏജ് എന്ന് പറയുന്നത് 45-നും 55-നും ഇടയ്ക്ക്. ഐഡിയലി നമ്മളിപ്പം പണ്ടൊക്കെ 46 വയസ്സായിരുന്നു, ഇപ്പം അത് 52 വയസ്സ്, 51 വയസ്സ്, 50 വയസ്സ്, ഇങ്ങനെയാണ് മെനോപോസ് എന്നുള്ള ഏജ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് 40-42 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഹോർമോൺ ലെവൽ മാറും. അണ്ടാശയത്തിൽ നിന്നുള്ള അണ്ടം, ഓവുലേഷൻ എന്ന് പറയുന്ന ആ ഓവുലേഷൻ കുറഞ്ഞു വരും. ഇപ്പോൾ ഇറഗുലർ മെൻസസ് വരാം. അതിൽ കൂടുതലായിട്ട് നമുക്ക് കുറെ ഫീലിങ്സ് ഉണ്ട്. ഹോട്ട് ഫ്ലഷസ് വരിക, ചൂട് കയറുക, ദേഷ്യം വരിക, അരിശം വരിക, ബ്രസ്റ്റ് പെയിൻ വരിക, ഇല്ലാത്ത കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് നോട്ട് ഓൺലി ഇത് പേഷ്യന്റ് ബട്ട് ദ ഫാമിലി മെമ്പേഴ്സ്, ചിൽഡ്രനും കൊടുക്കണം, ഹസ്ബൻഡിനും കൊടുക്കണം. ഇതൊരു വട്ടൊന്നും അല്ല, പേടിക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, മാഡം ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു പ്രത്യേകിച്ച് അസുഖമല്ല, ദിസ് ഇസ് എ ട്രാൻസിയന്റ് ഫേസ് ഓഫ് ലൈഫ്. നമ്മൾ ടീനേജിലേക്ക് വന്നപ്പോൾ തന്നെയാണ് പെരി മെനോപോസ് ആൻഡ് മെനോപോസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യണം. ചിലർക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു, അവിടെ ചൊറിച്ചിലായിരിക്കും പ്രൈവറ്റ് പാർട്സിൽ, അങ്ങനെ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ കുറേ ഡിസീസും കൂടി ഉണ്ട്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ അസുഖങ്ങളുണ്ട്. ഇതെല്ലാം കൂടും. നിങ്ങൾ ഇതെല്ലാം വറി അടിക്കേണ്ട കാര്യമില്ല. സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം, ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിക്കണം.